വീട്ടിൽ പെങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതാ ഭയങ്കര ബഹളം. ഞാൻ റെക്കോർഡിങ് ക്യാൻസൽ ചെയ്യില്ല, സ്റ്റോപ്പില്ല, റിസ്യൂം കൊടുത്തു. ഓക്കെ, സോ വെൽക്കം ടു ദി ക്ലാസ്. During the last class we were discussing about what? Elasticity. Okay, different methods to measure elasticity. We defined what is elasticity and just gone through different methods for measuring elasticity, including the proportionate method, the total expenditure method, the point method, and now we have to cover the arc elasticity method. Okay, നമ്മൾ പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ് കണ്ടു. എങ്ങനെയാണ് പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ് നമ്മൾ പഠിക്കുന്നതെന്ന് കണ്ടു. ശരിയല്ലേ? മറക്കരുത്. ഒരു പ്രാവശ്യം മറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു വരാൻ ഭയങ്കര പാടാണ്. ഇടയ്ക്ക് അതുകൊണ്ട് റിവേഴ്സ് ചെയ്യണം. ഓക്കെ, പിന്നെ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടല്ലോ, ഓർക്കുന്നുണ്ടല്ലോ. പിന്നെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് നമ്മൾ കണ്ടു. ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1 വരുമ്പം പ്രൈസ് ഫോളിന് ശേഷം ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യും. ഇനി ലെസ് ദാൻ 1 ആണ് ഈ പ്രൈസ് ഫോളിന് ശേഷം ടോട്ടൽ ഇലാസ്റ്റിസിറ്റി ഡിക്രീസ് ചെയ്യും. ചുറ്റും മൈക്ക് അടുപ്പിച്ച് പിടിക്കാതെ, എനിക്ക് ഒന്നാമത് വോയിസ് കുറവാണ്. പിന്നെയാണ് ഈ കസേരയിൽ നിന്ന് ഈ മൈക്കുമായിട്ട് ഭയങ്കര അകലമുണ്ട്. കാരണം അതിനിടയ്ക്കുണ്ടല്ലോ ഈ ഫ്ലാറ്റ് പാനൽ വെച്ചേക്കുക, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി അകലമുണ്ട്. ഓക്കെ, സോ വി ആർ കമ്മിങ് ബാക്ക് ടു ടോപ്പിക്. ദെയർ ഇസ് നോ ചേഞ്ച് ഇൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അഭിരാമി വന്നു, നമ്മളങ്ങോട്ട് അഡ്മിറ്റ് ചെയ്താൽ total expenditure when elasticity is equal to 1. Okay, pretty low. So the three situations of total expenditure as a result of price fall and the respective elasticity. Okay, its value greater than 1, less than 1, equal to 1. Similarly in the case of price falls, price rise, we found the point method. We have described our point, we marked a point R here. അപ്പോൾ എല്ലാവരും സെർച്ച് ചെയ്യണം. നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കും. എന്ത് ചോദിക്കും? ചോദ്യം ചോദിക്കും. പേടിക്കണ്ട, ഞാൻ സിമ്പിൾ ചോദ്യങ്ങൾ ചോദിക്കില്ല കേട്ടോ. ശ്രദ്ധിക്കണം. അത് നമ്മൾ വല്ലപ്പോഴും ഒരിക്കലെങ്കിലും എനിക്കറിയാം പിന്നെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു ബുദ്ധിമുട്ട്. നിങ്ങളെല്ലാം എന്തെങ്കിലും ശ്രദ്ധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല. കുട്ടികൾ തന്നെ പറയാറുണ്ട് ചിലപ്പം സാർ മാത്രമായിരിക്കും അവിടെ ഇരിക്കുന്നതെന്ന്. അപ്പം ചിലപ്പം നമ്മൾ തന്നെയായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളൊക്കെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയിലായിരിക്കും. Sometimes you may be sleeping, sometimes you may be playing game, sometimes you may be chatting, sometimes you may be watching some other program in front of the TV, or doing some activities at home, or having food, etc. Or we are just sitting there without watching the class, or just listening the class. But all those things are not good. We are supposed to sit in the class. Okay, so I'm not advising you, but just a suggestion that please attend the class. Otherwise what happens is that in the final examination your score will be less. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം പറഞ്ഞോട്ടെ. ഈ 5th സെമ്മിൻ്റെ ഒക്കെ 6th സെമ്മിൻ്റെ പരീക്ഷ കഴിഞ്ഞു, 6th സെമ്മിൻ്റെയും 5th സെമ്മിൻ്റെയും പരീക്ഷ കഴിഞ്ഞു. ഞാൻ കുട്ടികളോട് ചോദിച്ചു ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പരീക്ഷ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞാൽ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഞാൻ തന്നെ വണ്ടടിച്ചു. ദൈവമേ, യൂണിവേഴ്സിറ്റി നമ്മളോട് ഇത്രയും കരുണ കാണിച്ചല്ലോ. ക്വസ്റ്റ്യൻസ് ആർ വെരി സിമ്പിൾ. സ്റ്റുഡൻസ് ക്യാൻ അറ്റൻഡ് ദോസ് ക്വസ്റ്റ്യൻ വിത്തൗട്ട് മച്ച് ഡിഫിക്കൽട്ടി. അവിടെ ഞാൻ തന്നെ പിള്ളേരോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു. ഏറ്റവും പഠിക്കുന്ന കുട്ടി വരെ പറഞ്ഞു ബുദ്ധിമുട്ടാണ്. സിമ്പിൾ ചോദ്യമായിരുന്നു. അപ്പോൾ സാറിന് എളുപ്പമായിരിക്കും, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് വിചാരിക്കരുത്. ഐ എം ടോക്കിംഗ് ഓൾ ദിസ് ഫ്രം ദി സ്റ്റുഡൻറ്റ് ആംഗിൾ ഓഫ് ദി സ്റ്റുഡൻസ്. സോ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. എന്നിട്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ കുട്ടികളോട് പറഞ്ഞു 3 essay എഴുതണമെന്ന് പറഞ്ഞു. They have to write just 2 essays, but if you are there writing 3 essays, they can get additional bonus mark. But nobody has attended 3 essays. Why it happens? Because we are not engaging in the class. അതാണ് ആക്ച്വലി നമ്മൾ ആ ക്ലാസ്സിൽ ഒട്ടുമേ എൻഗേജ് ചെയ്യുന്നില്ല. അപ്പോൾ എൻഗേജ് ചെയ്യാത്തതുകൊണ്ടെന്നുള്ള നമുക്കൊരു പ്രശ്നം ഭയങ്കര. ഞങ്ങൾ നിങ്ങളെ ഉപദേശിപ്പിക്കുകയോ ബോറടിപ്പിക്കുകയോ അല്ല. ബട്ട് ഐ എം ഡൂയിങ് സം റിക്വസ്റ്റ് ദാറ്റ് if you are attending the class, you can attend the essay without much difficulty. അപ്പോൾ ക്ലാസ് ഒന്ന് കഴിഞ്ഞു പോട്ടെ. അപ്പോൾ നമ്മൾ ഈ പ്രൊഫഷണൽ കോഴ്സൊക്കെ പങ്കെടുക്കുന്ന നേഴ്സിംഗ് അങ്ങനെയുള്ള ഫീൽഡിലുള്ളവരൊക്കെ ക്ലാസ് ഭയങ്കര സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അത്രയും സീരിയസ് ആയിട്ടില്ല. പിള്ളേരോട് ചോദിച്ചാലുള്ളൊരു വ്യത്യാസം കേട്ടോ. നമ്മുടെ കോളേജിൽ തന്നെ ഒരു കുട്ടി എന്നോട് പറഞ്ഞു പെങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതൊന്ന് കാണണം. ഇപ്പോൾ പല്ലൊക്കെ പറിക്കുന്ന ഒരു കോഴ്സാണ് കേട്ടോ. പല്ല് പറിക്കുകയല്ല, പല്ല് വെക്കുന്ന കോഴ്സാണ്. പല്ല് ആർട്ടിഫിഷ്യലായിട്ട് പല്ല് വെക്കുകയല്ലേ, ആ പല്ല് വെക്കുന്ന കോഴ്സിൽ പഠിക്കുന്നത് ആങ്ങളെ നമ്മുടെ കോളേജിൽ പഠിക്കുന്നു. അപ്പോൾ അവന് എന്നോട് പറയുകയാണ് പെങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ സീരിയസ്നെസ് ഭയങ്കര സീരിയസ്. ഷീസ് അറ്റൻഡിങ് എന്ന് മാത്രമല്ല ഭയങ്കര എന്താ പറയുക, കൂർമ്മിച്ച് അവൾ അവിടെ ഇരിക്കും. കാരണം എന്താ, ഇറ്റ്സ് എ പ്രൊഫഷണൽ കോഴ്സ്. പിന്നെ അവരുടെ പരീക്ഷ എന്താ പറയുക, ക്യാമറ ഓപ്പൺ ചെയ്ത പരീക്ഷ. നമുക്കങ്ങനെ ഉണ്ടോ? ഇല്ല. അപ്പോൾ സോ വി ക്യാൻ ഡു അവർ ലേണിംഗ് ഇൻ ആൻ എഫക്റ്റീവ് മാനർ when we decide, if we have the desire
അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത് നമ്മുടെ ഒരു എക്സാം ഓൺലൈൻ ക്ലാസ്സുകളും അതിന് ശേഷം വരുന്ന എക്സാമിനേഷൻ്റെയും ഒരു അസസ്മെൻറ്റ് നിലയ്ക്ക് പറയാം, ഏറ്റവും നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ എക്സാമിൽ ബുദ്ധിമുട്ടി പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിശ്ചയമായിട്ടും ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ചെയ്തേ പറ്റൂ. കഴിഞ്ഞു നോക്കോളൂ, ആ 1 മണിക്കൂർ അവിടെ ഇരുന്ന് ജസ്റ്റ് ശ്രദ്ധിച്ച് കഴിഞ്ഞു വേണം, അതിൻ്റെ റിക്വസ്റ്റ് ആട്ടോ. ഓക്കെ, നോ ഒരു സെക്കൻഡേ പോരാവേ. വീട്ടിലിരിക്കുന്ന എല്ലാവരോടും ഒന്നും മിണ്ടാതിരിക്കാം, പയ്യെ വർത്തമാനം പറയാൻ പറഞ്ഞിട്ട് വരിക. അതിന് നിങ്ങൾ ഇച്ചിരി വെയിറ്റ് ചെയ്യണം, പറഞ്ഞിട്ട് വരട്ടെ. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ആർക്ക് ഇലാസ്റ്റിസിറ്റി. ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് ആർക്ക് അല്ലേ? ആർക്ക് എന്ന് പറഞ്ഞൊരു വളമാണ് അതിനർത്ഥം. സോ how we can measure arc elasticity? What is the need to use arc elasticity? So arc elasticity is useful when you are measuring elasticity for a considerable distance in the time in the demand curve. Okay, so for a considerably big changes in price level, in the price. അപ്പോൾ പ്രൈസ് ഒരു 10 11 മാറി, അല്ലെങ്കിൽ 12 മാറി, നമ്മൾ സാറിന് ചെറിയ പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ് സ്വീകരിച്ചാൽ മതി. ബട്ട് വെൻ പ്രൈസ് ചേഞ്ചസ് 10 to 15 or 10 to 20, so that difference is quite big. In this context, you have to measure the arc elasticity, especially when you are using, the demand curve approach. Arc elasticity measures elasticity for somewhat large price changes. അപ്പോൾ സംവാട്ട് ലാർജ് ആയിട്ടുള്ള പ്രൈസ് ചേഞ്ചസ് മെഷർ ചെയ്യാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ആർക്ക് ഇലാസ്റ്റിസിറ്റി. ആർക്ക് വളവ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? സംവാട്ട് ബിഗ് ചേഞ്ചസ് ഇൻ പ്രൈസസ് ആണ്. P1 P2 വരുമ്പോഴത്തേക്കും 15 10 പ്രൈസ് കുറഞ്ഞു. സോ ദാറ്റ് ഡിമാൻഡ് ഇൻക്രീസസ് കൺസിഡറബിളി. സോ ടു മെഷർ ദാറ്റ് ചേഞ്ചസ്, സോ അതർവൈസ് യു ആർ ജസ്റ്റ് യൂസിങ് a point method to measure elasticity at a particular point on the demand curve. But now you are assessing or examining what is the elasticity when price changes from A to B. Okay, so that is the significance of what? Arc elasticity. നമ്മൾ arc elasticity നോക്കുകയാണെങ്കിൽ, here in the case of large price changes, arc elasticity is a better measure of elasticity than point elasticity. So you can have a point elasticity which measure elasticity on a demand curve. Similarly, you have arc elasticity which measure elasticity on the demand curve. Both arc elasticity and point elasticity are useful to measure elasticity on a demand curve. But point elasticity measures elasticity on a particular point. Arc elasticity measures elasticity between two different points in the demand curve which have considerable distance. Okay, pretty low. Then we are having an equation which help us to measure arc elasticity. Okay, arc elasticity del Q by del P. ഇത് നമ്മൾ എല്ലായിടത്തും കാണുന്ന അല്ലേ? ശരിയല്ലേ? നമ്മൾ സാധാരണ ഇക്വേഷൻ എന്താ? പ്രൊപ്പോർഷനേറ്റ് മെത്തേഡിലെ ഇക്വേഷൻ ജസ്റ്റ് നോക്കുവാണേ, del Q by del P. അതെപ്പോഴും എല്ലായിടത്തും സെയിം ആയിരിക്കും. ഓർത്തോണേ, del Q by del P ഒരു മാറ്റമില്ല. നമുക്ക് ഇവിടെ അത് സെയിം ആണ്. ഡിലീറ്റ് ചെയ്തോട്ടെ, സോ ദാറ്റ് യു ക്യാൻ റീഡ് ഇറ്റ് വെരി ഫൈൻ. ഐ ഹാവ് ഡിലീറ്റഡ് del Q divided by del P into P1 plus P2 divided by Q1 plus Q2. P1 plus P2 divided by Q1 plus Q2. അപ്പോൾ നമ്മൾ പഴയ ഇക്വേഷനിലെ del Q divided by del P into P divided by Q ആയിരുന്നു. അപ്പോൾ ഈ Pക്ക് വരും P1 plus P2, Qന് വരും Q1 plus Q2 ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒന്നും എഴുതാം, del Q divided by del P into P1 plus P2 plus Q1 plus Q2. അപ്പോൾ നമുക്കെല്ലാം ഓക്കെ. നമുക്ക് ഇക്വേഷൻ അറിയാം. Pക്ക് വരും P1 plus 2 P2, Qന് വരും Q1 plus Q2. ഓർത്തിരിക്കാൻ എളുപ്പമായി അല്ലേ? ഓർത്തിരിക്കാൻ റീപ്രൊഡ്യൂസ് ചെയ്യാൻ എളുപ്പമായി. നമ്മൾക്ക് എപ്പോഴും ഇത് നമ്മുടെ മനസ്സിലുണ്ട്. ഇതിൻ്റെ ഇപ്പോഴത്തെ P ഇവിടെ വരുമെന്ന് പറയും, P1 plus P2, പിന്നെ അതിൻ്റെ Q1 plus Q2. So it's very easy to remember. Now we are going to see what is P1 and what is P2. P1 is the initial price. P2 is the secondary price, the last situation. Okay, price in the last case. Changed case, Q1 is the price in the quantity in the initial case. Q2 is the quantity in the final case. Okay, so ഞാൻ മാർക്ക് ചെയ്ത് മാറിപ്പോട്ടോ, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ പറയാം. നമ്മൾ ഇക്വേഷനും ഡയഗ്രാം കൂടെ ഒരുമിച്ച് നോക്കുമ്പോൾ P1 ഇവിടെയായിരുന്നു, ഒറിജിനൽ പ്രൈസ് 10 ആയിരുന്നു അല്ലേ? ഒറിജിനൽ അപ്പോൾ എത്ര വിറ്റു? Q1 ആയി, ഇത്രയും ക്വാണ്ടിറ്റി വിറ്റു. ദിസ് ഇസ് ദ പോയിന്റ്. ഹിയർ ഇറ്റ് ഇസ് എ P1, here it is Q1. Okay, so price increases to P2. This is the P2 and here it is a Q2.
this is the amount of commodity sold as a result when price increases to P2. ഓക്കെ, ഇപ്പോൾ പിടികിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ പോയിൻ്റ് എയിൽ നിന്ന് പോയിൻ്റ് ബിയിൽ നിന്ന് പോയിൻ്റ് എയിലേക്ക് മാറി. പോയിൻ്റ് ബിയിൽ നിന്ന് ശരിക്കും എയിൽ നിന്ന് ബിയിലേക്കാണ് പോകേണ്ടത്. പോയിൻ്റ് ബിയിൽ നിന്ന് എയിലേക്ക് മാറി. അങ്ങനെ ഓർത്തുകൊണ്ട് നിങ്ങൾ വരയ്ക്കണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം. ഇവിടെ സ്മാർട്ടായിട്ട് വരയ്ക്കാം അല്ലേ. എ അടയാളപ്പെടുത്തുവാണേ, ബി അടയാളപ്പെടുത്തി, P1 Q1. ഇപ്പോൾ നമ്മൾ വില കുറയ്ക്കുക അല്ലേ, വില കുറയ്ക്കുന്ന സിറ്റുവേഷനാണ്. P2 വില കുറച്ചു, Q2 അല്ലേ. ഇങ്ങനെ നോക്കാം. ഇപ്പോൾ നമ്മളോട് ചോദ്യം എന്താണെന്നറിയോ, വില നമ്മൾ കുറച്ചപ്പോൾ when the price has been decreased from P1 to P2, okay, what will be the elasticity? So that is measured through arc elasticity. Okay, here P1 and P2 are the initial and changed prices. On the other hand, Q1 and Q2 are initial and changed quantities. Okay, initial quantity and the changed quantity or the final quantity. Okay, remove 1 second. Sorry. P and Q are, they indicate but price and quantities. നമുക്കറിയാം, ഇവർ പറഞ്ഞില്ലേ, നമുക്കറിയാം, നമ്മൾ പഠിച്ചെത്തുന്നത് അത് തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, നൗ there are some limitations of arc elasticity. Arc elasticity ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. If the convexity of the arc is very high, this is the convexity എന്ന് പറഞ്ഞാൽ എന്താ, വളവ്. ഈ വളവ് കുറവാണെങ്കിൽ കുഴപ്പമില്ലേ, വളവ് കൂടുതലാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര പാടായിരിക്കും. വളവ് കൂടുതലുണ്ടോ, അതുകൊണ്ട് ഇവിടെ തൊട്ട് വളവ് കൂടുതലുണ്ടാകും. ഇപ്പോൾ ഇത്രയും വളവ്, അപ്പോൾ ഇലാസ്റ്റിസിറ്റി കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. The arc elasticity will be poor estimate of what we can say elasticity. For very large changes in price also, arc elasticity is not good. So we are coming to see two cases in which arc elasticity is not good. First is when the convexity is high, convexity ഭയങ്കര കൂടുതലാണ്. Second is when the length of the arc is high. Okay, or നമ്മൾ പറയുകയാണെങ്കിൽ very large change in price, ഭയങ്കരമായിട്ട് പ്രൈസ് വ്യത്യാസപ്പെടും, അന്നേരം ആർക്ക് ഇലാസ്റ്റിസിറ്റി അത്ര ഭയങ്കരമായിട്ട് വിജയിക്കില്ല. സോ ദീസ് ആർ ദി ടു കേസസ് ഇൻ വിച്ച് ആർക്ക് ഇലാസ്റ്റിസിറ്റി ഫെയിൽസ്. ആൻഡ് ഹിയർ ആർക്ക് ഇലാസ്റ്റിസിറ്റി മെഷേഴ്സ് elasticity for a large price changes, and here we have an equation, and you can measure arc elasticity through a demand curve. Point elasticity measure on a particular point, arc elasticity measures elasticity for a considerable change in the price. Okay, so you can measure elasticity through the demand curve. The arc occurring there, we have seen the demerit of arc elasticity when we are using it. There are two demerits. Okay, now we have closed that areas, different types of different methods of elasticity and നമ്മൾ cover ചെയ്തു. ഇനി methods to measure the elasticity. Okay, now we are coming to another type of elasticity. This is not price elasticity, this is a new topic. Okay, so this elasticity is known as cross elasticity. Okay, so what is cross elasticity? Cross elasticity measures the elasticity of demand of a particular commodity when the price of some other related commodity changes. Okay, the related commodity maybe it's complementary commodity, related commodity maybe it's competitive commodity. Okay, commodity which is competing with this commodity. അപ്പോൾ അങ്ങനെയുള്ള ഈ കമ്മോഡിറ്റികളിലെ ഇലാസ്റ്റിസിറ്റി, അങ്ങനെ ഏതെങ്കിലും ഇലാസ്റ്റിസിറ്റി അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ്, നമ്മൾ മെഷർ ചെയ്യുന്ന ഇലാസ്റ്റിസിറ്റിയാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. ഇറ്റ്സ് നോട്ട് മെത്തേഡ്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി one type, cross elasticity another type. Then there is one more income elasticity is next type of elasticity. So cross elasticity measures changes in the demand of X when the price of Y changes. Okay, അപ്പോൾ വൈയുടെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ എക്സിൻ്റെ ഡിമാൻഡ് മാറുമോ എന്നുള്ള ചോദ്യമാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി നമ്മളോട് പറയും. ശരിയല്ലേ, ചില കമ്മോഡിറ്റിയുടെ വില കൂടുമ്പോൾ അതിൻ്റെ അസോസിയേറ്റഡ് വേറെ കമ്മോഡിറ്റിയുടെ വില ഡിമാൻഡ് കൂടാനോ കുറയാനോ സാധ്യതയുണ്ടല്ലോ. ഇറ്റ് മെഷേഴ്സ് ഹൗ പ്രൈസ് ചേഞ്ചസ് ഇൻ വൺ കമ്മോഡിറ്റി അഫക്ട്സ് ഡിമാൻഡ് കണ്ടീഷൻ അനദർ കമ്മോഡിറ്റി. അപ്പോൾ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ചേഞ്ചസ് മറ്റു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കണ്ടീഷൻസിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് എന്തളക്കുന്നു, ക്രോസ് ഇലാസ്റ്റിസിറ്റി അളക്കുന്നു. ഓക്കെ, നമുക്ക് കാണാം അതിൻ്റെ ഇക്വേഷനൊക്കെ ഭയങ്കര സിമ്പിളാണ്, നമ്മൾ പഠിച്ചത് അതേപോലെ ഇച്ചിരി വ്യത്യാസമാണെന്നുള്ളൂ. സോ ക്രോസ് ഇലാസ്റ്റിസിറ്റി it is measured through a proportional change in quantity demanded of X due to or out of proportional change in quantity in the price of the price of Y. അപ്പോൾ വൈയുടെ പ്രൈസ് മാറിയതുകൊണ്ട് ആനുപാതികമായി എത്ര മാത്രം എക്സിൻ്റെ ഡിമാൻഡ് ചേഞ്ച്. സോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എക്സ് ഡ്യൂ ടു എ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് വൈ. വൈയുടെ പ്രൈസ് മാറിയതുകൊണ്ട് എക്സിൻ്റെ ഡിമാൻഡ് എത്ര മാറി, ഒന്നുകൂടെ പറയാം. വൈയുടെ പ്രൈസ് മാറിയതുകൊണ്ട് എക്സിൻ്റെ ഡിമാൻഡ് എത്ര മാറി. സോ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എക്സ് ഡ്യൂ ടു എ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ വൈ.
So we are having an equation to measure the cross elasticity. It is delta qx divided by delta pv. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ക്വാണ്ടിറ്റി മാറുന്ന ഏതിൻ്റെ എക്സിൻ്റെ, പ്രൈസ് മാറിയത് ഏതിൻ്റെ വൈയുടെ. അപ്പം ക്യൂവിൻ്റെ അവിടെ എക്സും പിയുടെ അവിടെ എന്ത് ഇടണം, വൈ എന്ന് ഇടണം. ഓർക്കാനുള്ള സിമ്പിൾ മെത്തേഡാട്ടോ, ഒരു കോമഡി മെത്തേഡായിട്ട് ചിലപ്പോൾ തോന്നിപ്പോകും, പക്ഷേ നമുക്ക് ഓർത്താൻ ഭയങ്കര എളുപ്പമാണ്. ഇതനുസരിച്ച് നിങ്ങൾ കൂടുതൽ വായിച്ചാൽ നമ്മളൊരു ബേസിക് ലെവലിൽ ആയതുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രമേ ഞാൻ ഈ ടൈപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ടൈമിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടില്ല ശരിക്കും പറയുകയാണെങ്കിൽ. ബട്ട് യു ഹാവ് ടു ഡു ബിക്കോസ് ദിസ് ഈസ് വെരി സിമ്പിൾ ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ സിംപ്ലിസിറ്റി സേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ, ഇതിന് അതിൻ്റെ ഒരു എക്സ്പ്രഷൻ പ്രൊപ്പോർഷൻ ചേഞ്ചിങ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എക്സ് ഡ്യൂ ടു പ്രൊപ്പോർഷൻ ചേഞ്ചിങ് ദി പ്രൈസ് ഓഫ് വൈ. സോ യു ക്യാൻ മെഷർ ഇറ്റ് ഡെൽ ക്യൂ ബൈ ഡെൽ പി എന്നുള്ളത് നമ്മൾ എല്ലായിടത്തും കൊണ്ടുവരിക. സോ ക്വാണ്ടിറ്റി ഓഫ് വിച്ച് ഐറ്റം ചേഞ്ചസ് ഓഫ് എക്സ് ചേഞ്ചസ്, ക്വാണ്ടിറ്റി ഓഫ് വിച്ച് ഐറ്റം ഹാസ് ബീൻ ചേഞ്ച്ഡ് as an initial position, the price of y changed. So quantity of x changed, price of y changed. Then you have to divide it with py by px, py by qx, py by qx. Price of y changed, quantity of x changed. So this is the equation for cross elasticity. Remember once more how you can learn this equation. So this expression, it is cross elasticity is proportionate change in quantity demanded due to or because of proportionate change in price. Why the price change ഉണ്ട്, എക്സിന് ഡിമാൻഡ് എത്ര ചേഞ്ച് ചെയ്തു. സോ ഇൻ ഇക്വേഷൻ ഇറ്റ് ഇസ് ഡെൽ ക്യൂ എക്സ് ഡിവൈഡ് ബൈ ഡെൽ പി വൈ ഇൻറ്റു പി വൈ ബൈ ക്യൂ എക്സ്. Remember all Q notations are with respect to commodity X, because the quantity demanded of commodity X is what we are considering, and all notations with respect to what we can say price is with respect to commodity Y, because we are studying the impact on the quantity demanded of X due to the price change occurred in the case of commodity Y. Okay, so that is the equation. We covered that. Cross elasticity of demand is positive for substitutes. Substitute cross elastic positive എന്ന് പറഞ്ഞാൽ എന്താ, വൈയുടെ പ്രൈസ് ഓഫ് വൈ കൂടി, അപ്പം ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എക്സ് കൂടും, കാരണം സബ്സ്റ്റിറ്റ്യൂട്ടാണ്, രണ്ടും നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ യുക്തി എന്താ അറിയാം, വൈയുടെ വില കൂടി, വൈക്ക് വരെ നമ്മൾ എക്സ് ഉപയോഗിച്ചു, അപ്പോൾ എക്സിൻ്റെ ഡിമാൻഡ് കൂടി. നമ്മൾ ഇനി വൈ മേടിക്കുന്നില്ല, കാരണം എക്സിൻ്റെ വില കൂടിയിട്ടില്ലല്ലോ, നമ്മൾ എക്സ് കൂടുതൽ മേടിക്കുന്നു. കാരണം എന്താ, രണ്ടും കോമ്പറ്റേറ്റീവ് ഗുഡ്സ് ആണ്, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ഇനി കോംപ്ലിമെൻ്ററി കേസിലാണ് ഞാൻ രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടല്ലോ, പ്രൈസ് ഓഫ് വൈ കൂടി, അപ്പോഴല്ലോ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിൻ്റെ എക്സിൻ്റെ ക്വാണ്ടിറ്റിയും കുറഞ്ഞു പോകും, ഡിമാൻഡ് കുറഞ്ഞു പോകും, എക്സിൻ്റെ ഡിമാൻഡ് കുറയും. വൈയുടെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ എക്സിൻ്റെ ഡിമാൻഡ് കുറയും. കാരണം എന്താ, ഇത് രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കുന്ന, വൈയുടെ വില കൂടിയുകൊണ്ട് നമുക്ക് എക്സ് മേടിക്കേണ്ട കാര്യമില്ല, കാരണം രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും, എക്സിൻ്റെ ഡിമാൻഡ് കുറയും. സോ ദർ ഈസ് നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ quantity demanded of commodity and the price of another commodity when these commodities are complementary goods. Okay, so cross elasticity of demand is negative for complementary goods. Okay, now we are going to see the last type of elasticity, which is called income elasticity of demand. എന്താണ് എന്തായിരിക്കും ഇൻകം എലാസ്റ്റിസിറ്റി? ഇത്ര എലാസ്റ്റിസിറ്റി പഠിച്ചപ്പോൾ നമുക്ക് ഇൻകം എലാസ്റ്റിസിറ്റി നമുക്ക് നേരിട്ട് പറയാൻ പറ്റും. എന്താ പറയുക, ആളുകളുടെ ഇൻകം ചേഞ്ച് ചെയ്തു, അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി ഡിമാൻഡ് എങ്ങനെ ചേഞ്ച് ചെയ്യും? എപ്പോഴും ഡിമാൻഡ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നതാണല്ലോ നമ്മൾ പരിശോധിക്കുന്നത്, താഴെ പറയുന്ന എന്തെങ്കിലും കാരണം കൊണ്ട്. അപ്പം എന്താണ്, നമ്മുടെ ഇൻകം ചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ കൺസ്യൂമറുടെ ഇൻകം ചേഞ്ച് ചെയ്തു, അപ്പോൾ എത്രയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് എങ്ങനെ ചേഞ്ച് ചെയ്യും എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഏത്, ഇൻകം എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. മനസ്സിലായല്ലോ? നമ്മൾ ഒന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്രഷൻ ഓർത്തിരിക്കാൻ പറ്റുമോ, അതിൻ്റെ ഇക്വേഷൻ ഓർത്തിരിക്കാൻ പറ്റും, ശരിയല്ലേ? ഓക്കെ, അപ്പം ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റി ചേഞ്ചസ്. ഹൗ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റി ചേഞ്ചസ് when the income of the consumer changes, that we are studying under income elasticity of demand. Okay, പ്രീതിയില്ല, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു proportionate change in quantity demanded of a commodity. We may be considering a commodity like X or Y, whatever it may be. So we are considering the quantity demanded of a commodity, and how it changes
when the income of the consumer changes. So proportionate change in quantity demand of a commodity due to proportionate change in income of the consumer. Okay, now how we can express or measure that through notations. Okay, so here income elastic demand is equal to del Q divided by del M. There is no del P. There is, because it is not price change. It is what changed? It is income change. What is M? M is income. ഓക്കെ, അപ്പോൾ ഇൻകം ചേഞ്ച് ചെയ്ത് കാരണം ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് എങ്ങനെ ചേഞ്ച് ചെയ്തു? ഓക്കെ, സോ ഡെൽ ക്യൂ ഡിവൈഡ് ബൈ ഡെൽ, നമ്മൾ നേരത്തെ എങ്ങനെ എഴുതിയിരുന്നത്? ഡെൽ ക്യൂ ഡിവൈഡ് ബൈ ഡെൽ പി ആയിരുന്നു. പി ആണോ ഇവിടെ ചേഞ്ച് ചെയ്തത്? അല്ല, പിന്നെ എന്താ ചെയ്തത്? ഇൻകം ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ എൻ്റെ ഡെൽ ക്യൂ ഡിവൈഡ് ബൈ ഡെൽ എം, ഇൻകം എങ്ങനെ ചേഞ്ച് ചെയ്തു? ആൻഡ് ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എം ബൈ ക്യൂ. ഓക്കെ, നമ്മളുടെ പി നേരത്തെ എഴുതിയാണ് അല്ലേ. അപ്പോൾ പിക്ക് വരെ എന്ത് വന്നു? എം എന്നുള്ള ഒരൊറ്റ വ്യത്യാസമുള്ളൂ. കാരണം നേരത്തെ പി ചേഞ്ച് ചെയ്യുമ്പം ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യാൻ കഴിയും. ഇപ്പം എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? എം ചേഞ്ച് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് എം? ഇൻകം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്ത് എങ്ങനെ ചേഞ്ച് ചെയ്യും? സോ ഇറ്റ്സ് വെരി സിമ്പിൾ. വൺസ് യു അണ്ടർസ്റ്റാൻഡ് ദ ഒറിജിനൽ ഇക്വേഷൻ ആൻഡ് ഒറിജിനൽ എക്സ്പ്രഷൻ ആൻഡ് ദി ഒറിജിനൽ ഇക്വേഷൻ. വാട്ട് ഈസ് ദ ഒറിജിനൽ എക്സ്പ്രഷൻ? നമ്മൾ പറഞ്ഞ ഡെൽ ക്യൂ ഡിവൈഡ് ബൈ ഡെൽ പി ഇൻറ്റു പി ബൈ ക്യൂ എന്നുള്ള ഒറിജിനൽ ഇക്വേഷൻ. പ്രപ്പോർഷൻ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു പ്രപ്പോർഷൻ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദിസ് കമ്മോഡിറ്റി. സോറി, പ്രപ്പോർഷൻ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ബൈ പ്രപ്പോർഷൻ ചേഞ്ച് ഇൻ ദിസ് പ്രൈസ് എന്നുള്ളത് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടു. ആ ഇലാസ്റ്റിസിറ്റിയുടെ എല്ലാ നോട്ടേഷൻസും റിപ്പീറ്റ് ചെയ്യുക. എവിടെ നമ്മൾ നേരത്തെ ആണെങ്കിൽ വേറൊരു കമ്മോഡിറ്റിയുടെ പ്രൈസ്, ഇവിടെയാണെങ്കിൽ എന്താ? ഇൻകം. സോ ഇൻകം ചേഞ്ചസ്. What changes? Income changes. What changes? Income changes. When income changes, what happens is quantity demand of that particular commodity is under the consideration of what? Income elasticity of demand. അപ്പോൾ നോട്ടേഷൻ, സോറി, ആ എക്സ്പ്രഷൻ പിടികിട്ടിയില്ല, ഡിലീറ്റ് ചെയ്യോട്ടെ. ഇച്ചിരി മുകളിലോട്ട്. ഓക്കെ, സോ ഈ എക്സ്പ്രഷൻ പിടികിട്ടിയില്ല. സോ ഇൻകം elasticity of demand shows what is the quantity, the proportionate change in quantity demanded of a commodity due to the proportionate change in income of the consumer. So it can be measured through del Q divided by del M into M by Q. Okay, so now we are coming to see what will be the income elasticity of demand for different types of goods. Here for normal goods, income elasticity is positive. So നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, കൺസ്യൂമർ ഇൻകം കൂടുമ്പോൾ സാധാരണഗതിയിൽ ഏത് കമ്മോഡിറ്റിയുടെയും ഡിമാൻഡും കൂടും. ശരിയല്ലേ? അങ്ങനെയാണല്ലോ, ഇൻകം കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കൂടും. Okay, now secondly, in the case of inferior goods, income elasticity നെഗറ്റീവ്. ഇൻകം കൂടുമ്പോൾ ഈ നമ്മൾ നിലവാരമില്ലാത്ത സാധനങ്ങളാണെങ്കിൽ നമ്മൾ അതിൻ്റെ മേടിക്കില്ല, കുറച്ചേ മേടിക്കുള്ളൂ. സോ ദർ ഈസ് നെഗറ്റീവ് റിലേഷൻ. ഇൻകം ഇൻക്രീസ് ബട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിക്രീസസ്. ഓക്കെ, സോറി കേട്ടോ. സോ ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ income and quantity demanded of a commodity expressed through the income elasticity of demand in the case of inferior goods. ഇത് നമ്മൾ പഠിച്ചതാണ് പല പ്രാവശ്യം. ഞാനത് കൂടുതൽ പറയുന്നില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്യാം. സോ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ income elasticity works in the case of normal goods, in the case of inferior goods. Okay, so in the case of given goods, the negative income elasticity is very strong. Okay, it will be much stronger compared to the other type of inferior goods. നമ്മൾ കണ്ടതാണ്. ഓക്കെ, ദെൻ ഇൻകം ഇലാസ്റ്റിസിറ്റി ആൻഡ് പ്രൊപ്പോർഷൻ ഓഫ് ദി ഇൻകം സ്പെൻഡ്, അങ്ങനെ ഒരു ടോപ്പിക്കോടെ നമുക്ക് നോക്കാം. ഈ ഇൻകം ഇലാസ്റ്റിസിറ്റി, ഇൻകം സ്പെൻഡ് ചെയ്യുക, എനിക്ക് എത്രമാത്രം നമ്മൾ സ്പെൻഡ്, അത് നമ്മളുടെ ബന്ധം എന്താണ്? പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ ദി ഗുഡ് റിമെയിൻസ് ദി സെയിം ആസ് ദി ഇൻകം ഇൻക്രീസസ്. ദി ഇൻകം ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1. സോ നമ്മൾ 10% ഇൻകം കൂടി, നമ്മൾ സാധനങ്ങൾ മേടിച്ചതും, നമ്മളൊരു പർട്ടിക്കുലർ സാധനം മേടിച്ചതും 10%. സോ ഇൻകം ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 1. പിന്നെ ഇൻകം ഇലാസ്റ്റിസിറ്റി ഗുഡ് ഇൻക്രീസസ് വിത്ത് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഇൻകം, സോ പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ ദി ഗുഡ് ഇൻക്രീസസ് വിത്ത് ഇൻകം ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ ഇൻക്രീസസ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഇവിടെ എന്നാ അറിയാം, നമ്മൾ പറയുകയാണ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ 10% കണ്ട് ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? 15 അല്ലെങ്കിൽ 20% കണ്ട് എന്തോടും? ഡിമാൻഡ് കൂടും. സോ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. പ്രൊപ്പോർഷൻ ഇൻകം സ്പെൻഡ് ഓൺ ദി ഗുഡ് ഡിക്രീസസ് ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1. അപ്പോൾ പ്രൊപ്പോർഷൻ ഇൻകം നമ്മൾ പറയുകയാണെങ്കിൽ, ശരിക്കും പറയുകയാണെങ്കിൽ 10% കൊണ്ട് ഇൻകം നമ്മുടെ ഈ പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ് ചെയ്തത് കുറവാണെന്ന് വിചാരിക്കും ഒരു പർട്ടിക്കുലർ ഗുഡിൽ, അത് ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, 2 പോയിന്റ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ ദി ഗുഡ് ഇൻക്രീസസ്. അപ്പോൾ നമ്മൾ നേരത്തെ മൊത്തം ആ ഗുഡിൽ സ്പെൻഡ് ചെയ്യുന്ന പ്രൊപ്പോർഷൻ 10%, ഈ 10% ഇപ്പോൾ ഇൻകം കൂടി നമ്മൾ ആ പ്രൊപ്പോർഷൻ നമ്മൾ നടത്തണം. ഈ ശതമാനം എടുക്കണ്ട, ഇതെടുക്കണ്ട. ഇച്ചിരി സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താണ് പ്രൊപ്പോർഷൻ? നമ്മൾ നോക്കുക, അവിടെ നമ്മൾ ഇൻകം കൂടി എന്ന് വിചാരിക്കുക, നമ്മുടെ വാട്ട് എവർ മേ ബി ദി ഇൻക്രീസ് ഇൻകം കൂടി. ഓക്കെ, അന്നേരം നമ്മൾ
നേരത്തെ ഒരു കമ്മോട്ടി മേടിച്ചിരുന്ന നമ്മൾ ആ കമ്മോട്ടിക്ക് മൊത്തം നമ്മൾ സാധനങ്ങളിൽ മേടിച്ചതിൽ 10% എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്ന അതിലായിരുന്നു. ഇപ്പോൾ അത് 15% കൂടി. അപ്പോൾ എന്താ, ഇൻകം എലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണ്. മനസ്സിലായല്ലോ? ഇനി നമ്മുടെ ഇൻകം കൂടുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ ആ കമ്മോട്ടി സ്പെൻഡ് ചെയ്ത് നേരത്തെ 10% പറഞ്ഞല്ലോ, അത് 8% കുറഞ്ഞു. അന്നേരം ഇൻകം ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1 ആണ്. സോ ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ വെട്ടിക്കളയും. അതേ ചിന്തിക്കേണ്ട, ഇത് മാത്രം ചിന്തിക്കുക. എന്താണ് നമ്മുടെ ഇൻകം, നമ്മളൊരു ഇൻകം കൂടുമ്പോൾ എന്ത് സംഭവിച്ചു? പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ് ചെയ്ത് കൂടിയെങ്കിൽ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയിൽ ആ കമ്മോഡിറ്റിയുടെ കേസിൽ ഇൻകം ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഇനി അത് നേരെ തിരിച്ച് അപ്പുറത്തെ കേസിൽ നമ്മൾ ഇൻകം കൂടി അപ്പോൾ പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ് ചെയ്ത് 10%-ൽ നിന്ന് 8% കുറഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ കമ്മോഡിറ്റിയുടെ കേസിൽ ഇൻകം ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇലാസ്റ്റിസിറ്റിയും പ്രൊപ്പോർഷൻ ഓഫ് ദി ഇൻകം സ്പെൻഡും തമ്മിലുള്ള കണക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ എടുക്കുക, ഞാൻ രണ്ടാമത് പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, സീരീസ് എക്സ്പ്രഷൻ and its equation. Okay, so that is all about this elasticity topic. From the price elasticity we discussed, then cross elasticity we discussed, again finally we discussed the income elasticity as well. ഇനി അടുത്ത ടോപ്പിക് ഉണ്ടല്ലോ, നമ്മൾ കണ്ടല്ലോ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഞാൻ പറഞ്ഞു അതെങ്ങനെ നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന്, ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒരു സെക്കൻഡ് ഞാനത് ക്ലോസ് ചെയ്തോട്ടെ.